ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിൽ തന്നെ നടത്തുന്നത് കൊണ്ട് ടീമിന് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലെന്ന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും പരിശീലകൻ ഗൗതം ഗംഭീറും ആവർത്തിക്കുന്നതിനിടയിൽ തികച്ചും വിരുദ്ധ നിലപാടുമായി ഇന്ത്യൻ ടീം അംഗം മുഹമ്മദ് ഷമി. നമുക്ക് ഷമിയുടെ വാക്കുകൾ നോക്കാം. എല്ലാ മത്സരങ്ങളും ഒരേ വേദിയിൽ കളിക്കാൻ അവസരം ലഭിക്കുന്നത് തീർച്ചയായും ഞങ്ങൾക്കൊരു മുൻതൂക്കം നൽകുന്നുണ്ട്. സ്റ്റേഡിയത്തിലെ സാഹചര്യങ്ങളും പിച്ചിലെ സ്വഭാവവും ഞങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനാകും. ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ കടന്നതിന് പിന്നാലെയാണ് ഷമ്മിയുടെ തുറന്നു പറച്ചിൽ. ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം പൂർണ്ണമായും ദുബായിൽ നടത്തുന്നത് അവർക്ക് മുൻതൂക്കം നൽകുന്നുണ്ടെന്ന് മറ്റു ടീമുകൾ വിമർശനം ഉന്നയിക്കുന്നതിനിടയിലാണ് ഷമ്മിയുടെ ഈ പരാമർശം. എന്നാൽ ഇതിനെക്കുറിച്ച് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറയുന്നത് മറ്റൊന്നാണ്. ഇത് ഞങ്ങളുടെ ഹോം ഗ്രൗണ്ട് അല്ല, ഇത് ദുബായിലാണ്. ഈ വേദിയിൽ ഞങ്ങൾ അധികം മത്സരങ്ങൾ കളിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ദുബായിലെ പിച്ച് പുതിയതാണ്. സമാനമായ നിലപാടാണ് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറും സ്വീകരിച്ചത്. ഈ വേദിയിൽ കളിച്ച സെമി ഉൾപ്പെടെ 4 മത്സരങ്ങളും ജയിച്ച് ഇന്ത്യ ഫൈനലിൽ കടന്നിരുന്നു. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ന്യൂസിലാൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ ഈ വേദിയിൽ തോൽപ്പിച്ചിരുന്നു. ഏകദിന ബാറ്റർമാരുടെ ICC റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരായ അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് റാങ്കിംഗ് മെച്ചപ്പെടുത്താൻ കോഹ്ലിയെ സഹായിച്ചത്. ഇന്ത്യയുടെ ശുഭ്മാൻ ഗില്ലാണ് 1ാം റാങ്കിൽ. പാകിസ്ഥാൻ താരം ബാബർ അസം 2ാമതും. 2 സ്ഥാനം നഷ്ടപ്പെടുത്തിയ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 5ാം സ്ഥാനത്തേക്കും താഴ്ന്നപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ 3ാം റാങ്കിങ്ങിലെത്തി. 1 സ്ഥാനം മെച്ചപ്പെടുത്തി 8ാമതെത്തിയ ശ്രേയസ് അയ്യറാണ് ആദ്യ 10ലുള്ള 4ാമൻ.